ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും ശാരീരികമായ വയ്യായ്മകൾ അനുഭവിക്കുന്നവരും മറ്റു മതസ്ഥർക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രശ്ന പരിഹാരങ്ങൾക്കായി ജ്യോതിഷ വിധി അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. മറുപടി തരുന്നതുമായിരിക്കും. എന്താണ് വിളിക്കാതിരിക്കുക, കാരണം തിരക്കായതുകൊണ്ടാണ്. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില കഷ്ടതകൾ മാറുന്ന ഒരു യോഗത്തെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. നേരം കൊണ്ട് തന്നെ ജീവിതം മാറാൻ പോകുന്നു. സർവ്വ സൗഭാഗ്യത്തോടെ ശുക്രദശയിൽ മാളവ്യ രാജയോഗം 3 രാശിക്കാർക്ക് വന്നു ചേരാൻ പോവുകയാണ്. വെറുതെ ഇരുന്നാലും പണം കിട്ടുന്ന അവസ്ഥ. അതാണ് മാളവ്യ രാജയോഗത്തിൻ്റെ പ്രത്യേകത. അതും ശുക്രദശയിലാണ്. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ശുക്രനെ ആരാധിച്ചാൽ തീർച്ചയായും നവഗ്രഹ വ്യവസ്ഥയിൽ ശുക്രദേവനെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ധനപരമായ വ്യവസ്ഥയ്ക്ക് അനുകൂലമായ സമയമായി മാറും. എന്നുവെച്ചാൽ മറ്റ് ഗ്രഹങ്ങളെ ആരാധിക്കേണ്ടതല്ല, എല്ലാ ഗ്രഹങ്ങളെയും എപ്പോഴും നമുക്ക് സമയമൊക്കെ കിട്ടുന്ന സമയത്ത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെത്തി അവയ്ക്ക് വേണ്ടുന്ന പൂജാ കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ അല്ലെങ്കിൽ ദക്ഷിണയിട്ട് പ്രാർത്ഥിക്കുക തുടങ്ങിയവ ചെയ്താൽ നവഗ്രഹങ്ങൾ പ്രസാദിച്ചാൽ തീർച്ചയായും വലിയ അനുഭവങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഏപ്രിൽ 13 ശുക്രൻ മീനം രാശിയിലേക്ക് മാറിയത്. ഇരട്ടി മാറ്റങ്ങൾ നൽകാൻ പോവുകയാണ് പറയാൻ പോകുന്ന ആളുകാർക്ക്. ശുക്രനാകട്ടെ അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ബുധനുമായി ചേർന്ന് മാളവ്യ രാജയോഗം സൃഷ്ടിച്ചിരിക്കുന്നു. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നിറയാൻ പോവുകയാണ്. സാമ്പത്തിക കാര്യങ്ങളിലും കരിയറിലും സമ്പാദ്യത്തിലും കുടുംബത്തിലും ഒക്കെ സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ പോവുകയാണ്. തീർച്ചയായും പറയാൻ പോകുന്ന രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും ഒക്കെ വളരെ വലിയ സന്തോഷമുണ്ടാകട്ടെ. കർക്കിടകം രാശിയാണ് ആദ്യം പറയുന്നത്. പുണർദം പൂയ ആയില്യം നക്ഷത്രക്കാർ ചേർന്നാണ് കർക്കിടകം. 4ാമത്തെയും 11ാമത്തെയും ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം. പുണർദം പൂയ ആയില്യം നക്ഷത്ര വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ശുക്രസഞ്ചാരം അനുഗുണമാണ്. വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ജീവൻ വ്യവസ്ഥയിൽ ഇന്നലെ വരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില രോഗങ്ങളൊക്കെ പെട്ടപ്പടക്കിനെ മാറിപ്പോകാനുള്ള അവസരം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരും എന്ന് വിചാരിച്ച് പരിശോധനയിലും മറ്റും ഇരിക്കുന്നവർക്ക് ആ രോഗമില്ല എന്ന വാർത്ത കേൾക്കാൻ കഴിയും. അങ്ങനെ അനുഗുണമായ വളരെ മനോഹരമായ ഹൃദയത്തിൽ എന്നും ആനന്ദം നിലനിൽക്കുന്ന പല വാർത്തകളും കേൾക്കാൻ കർക്കിടകം രാശിക്കാർക്ക് കഴിയും. 9ാം ഭാവത്തിലാണ് മാളവ്യ രാജയോഗം രൂപം കൊള്ളുന്നത്. തീർച്ചയായും വലിയ ഗുണങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ഭാഗ്യത്തിൻ്റെ എല്ലാ പിന്തുണയും ഇവർക്ക് ലഭിക്കും. തൊഴിൽ സംബന്ധമായ നേട്ടങ്ങൾ തേടിയെത്തും. എന്നുവെച്ചാൽ സർക്കാർ ഉദ്യോഗം ഉറപ്പായും ലഭിക്കുക തന്നെ എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗം ഉറപ്പായും ലഭിക്കുമെന്ന് സാരം. സർക്കാർ ഉദ്യോഗം ലഭിച്ചില്ലെങ്കിൽ സമ്പത്ത് വളരെ ശമ്പളമായി എത്തുന്ന പ്രൈവറ്റ് സെക്ടറിലും ജോലി ഉറപ്പാക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക നിലയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. വാഹനം, വീട്, ജോലി എന്നിവ സ്വന്തമാക്കാൻ, നല്ല വാഹനം, നല്ല ഒരു വീട്, നല്ലൊരു ജോലിയൊക്കെ സ്വന്തമാക്കാൻ ഈ മാളവ്യ രാജയോഗത്തിലൂടെ കഴിയും. അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. അതായത് പുതുതായി വീട് വയ്ക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ യാത്രകൾക്ക് പറ്റിയ സമയമാണ്. അതുപോലെ വിവാഹത്തിന് പറ്റിയ സമയമാണ്. അതുപോലെ തീർത്ഥാടന യാത്രയിൽ ഈശ്വര സന്നിധിയിലേക്ക് എത്തി പ്രാർത്ഥിക്കുന്നതിന് അനുകൂലമായ സമയമാണ്. തീർച്ചയായും പ്രാർത്ഥനയിൽ ഈശ്വരന്മാരുടെ അനുഗ്രഹം നിറഞ്ഞു വരുന്ന ഒരു സമയമാണ്. വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ രോഗ ദുരിതങ്ങൾ അകന്നു മാറി അവരിലും ശാന്തിയും സമാധാനവും കൈവരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ വളരെ ആനന്ദത്തോടെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കുട്ടികളുമായുള്ള സ്നേഹത്തോടു കൂടിയുള്ള പോക്ക് നമുക്ക് ദർശിക്കാനാകും. മൊത്തത്തിൽ വലിയ സന്തോഷമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത്. കുടുംബത്തോടൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കാനുള്ള ഒരു ആഗ്രഹം നടപ്പിലാവുക തന്നെ ചെയ്യും.
യാത്രകൾ, അതുപോലെ വിനോദയാത്രകളൊക്കെ തന്നെ കുടുംബത്തോടൊപ്പം നടത്താൻ ഇവർക്ക് കഴിയും. എല്ലാം കൊണ്ടും സൗഭാഗ്യദായകമായ ഒരു നിലയാണ് കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അടുത്തത് ധനുവാണ്. ധനുരാശിയിൽ പിറന്ന മൂലം, പൂരാടം, ഉത്രാടം നാളുകാർക്ക് അവരുടെ 4ാം ഭാവത്തിലാണ് രാജയോഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് നടന്നു പോകുന്ന വഴി വലിയ തുകയൊക്കെ കളഞ്ഞു കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മണ്ണിനടിയിൽ പുതഞ്ഞു കിടന്ന സ്വർണ്ണാഭരണങ്ങൾ കയ്യിലേക്ക് വന്നു ചേരാനുള്ള അവസ്ഥയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന ധനവ്യവസ്ഥകളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവിൽ വളരെ അപ്രതീക്ഷിതമായി പല ഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു അനുഗ്രഹം ധനു രാശിയെ സംബന്ധിച്ചിടത്തോളം, അഥവാ മൂലം, പൂരാടം, ഉത്രാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകുന്നു. സന്തോഷം വർദ്ധിക്കുകയും പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മാനസികമായ വ്യവസ്ഥകളൊക്കെ വളരെ സന്തോഷപരമായിരിക്കും. ഒരിക്കലും ഒരു നെഗറ്റീവ് ഇല്ല എന്ന ചിന്ത ഒരിക്കലും ഉണ്ടാവുകയില്ല. എല്ലാം ഉണ്ടാകും എന്ന ചിന്ത ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ജോലിയുടെ കാര്യത്തിൽ അനുകൂലമായ അവസ്ഥയാണ്. PSC പരീക്ഷയൊക്കെ ആഗ്രഹിക്കുന്നവർ എഴുതിക്കൊള്ളുക. സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനായി പരിശ്രമിച്ചാൽ നടക്കുന്ന കാലമാണ്. തീർച്ചയായും അത് നടക്കുകയും അതിൻ്റെ നല്ല സ്ഥാനങ്ങളിലൊക്കെ എത്തപ്പെടാൻ കഴിയുകയും ചെയ്യും. പിന്നെ ജോലിയിലുള്ള പ്രമോഷൻ, ശമ്പള വർധനവ് നടക്കാനുള്ള സമയമാണ്. ധനു രാശിയെ സംബന്ധിച്ചിടത്തോളം മൂലം, പൂരാടം, ഉത്രാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിലുള്ള പ്രമോഷൻ ഉറപ്പായും നടക്കും. ആ പ്രമോഷൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പള വർധനവ് വളരെ നല്ല രീതിയിൽ ഉണ്ടാകും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ധനുരാശിക്ക് കഴിയും. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട തുടങ്ങിയ നാളുകൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന രാശിയാണ് വൃശ്ചികം. 5ാമത്തെ ഭാവത്തിലാണ് മാളവ്യ രാജയോഗം നിലനിൽക്കുന്നത്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയുന്നുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ അഭിമാനം കൊള്ളും. പഠനപരമായ കാര്യത്തിൽ പുതിയ നിലയിലേക്ക് ഉയർന്നു പോകുന്നതും സ്കോളർഷിപ്പ് പോലെയുള്ള ഉയർന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ ഭാഗമാകുന്നതും അതിലൂടെ തീർച്ചയായിട്ടും അവാർഡിന് അർഹമാവുകയും അതുപോലെ തന്നെ കലാ, കായിക, സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ വഴിയും വലിയ പ്രശംസ ലഭിക്കുന്നതിനുള്ള ചാൻസ് കാണുന്നു. സന്തോഷവും സമാധാനവും കുടുംബത്തിൽ നിലനിൽക്കുന്നത് തൊട്ടറിയാൻ കഴിയും. ബിസിനസ്സിൽ നേട്ടങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഒപ്പം വീട്ടുകാരുടെ സഹായത്തോടു കൂടി അത് വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു സന്ദർഭവും വന്നു ചേരും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാകട്ടെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് കൊണ്ട് വലിയ നേട്ടങ്ങൾ, സമ്പത്തിൻ്റെ അധികരണത്തിന് കാരണമാകുന്ന തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. ബിസിനസ്സിലൂടെ അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നവരാണ് വൃശ്ചികം രാശിക്കാർ. ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലുള്ള മാറ്റം, പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനം ശമ്പളത്തിൻ്റെ കൂടുതൽ നൽകുന്നവ തന്നെ ചെയ്യും. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നത് അകന്നു മാറുക തന്നെ ചെയ്യും. കഴിക്കുന്ന മരുന്നുകൾക്ക് ഫലപ്രദമായ ഗുണം ഉണ്ടാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പിതൃസ്ഥാനീയരിൽ നിന്ന് വളരെ അനുകൂലമായ നിലപാട് സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവരുടെ സ്വത്തിൻ്റെയൊക്കെ ഭാഗം ലഭിക്കും. സഹോദരന്മാർ എപ്പോഴും അനുഗ്രഹീതരായി കൂടെ തന്നെ ഉണ്ടാകുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാം കൊണ്ടും വൃശ്ചികം രാശിക്ക് സർവ്വ സൗഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയാണ് മാളവ്യ രാജയോഗത്തിലൂടെ ഉണ്ടാകുന്നത്. ഇപ്പറഞ്ഞ രാശിക്കാർക്കെല്ലാം തന്നെയും ഈശ്വര അനുഗ്രഹത്താൽ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കട്ടെ. മാളവ്യ രാജയോഗം നമ്മളിലേക്ക് വന്നു ചേരുന്നതിന് ചില മാർഗങ്ങൾ, ചില പരിഹാര മാർഗങ്ങളുണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ത്രിമധുരം വഴിപാടായി സമർപ്പിക്കുക. അതുപോലെ തുളസിമാല അദ്ദേഹത്തിന് ചാർത്തുന്നതിനായിട്ട് നൽകുക. കൃഷ്ണക്ഷേത്രത്തിൽ എത്തി വളരെ പ്രാർത്ഥനയോടെ നിൽക്കുക. കാരണം ബുധകാരകനായിരിക്കുന്ന അദ്ദേഹം അനുഗ്രഹം വർഷിക്കുക തന്നെ ചെയ്യും. പിന്നീട് ശിവപ്രീതി നടത്തുക എന്ന് പറഞ്ഞാൽ കൂവളമാല കെട്ടി അദ്ദേഹത്തിന് സമർപ്പിക്കുക. എണ്ണയും തിരിയും അതുപോലെ നെയ്യും അദ്ദേഹത്തിലേക്ക് സമർപ്പിക്കുക. അതുപോലെ പുറം വിളക്ക്, അതുപോലെ മൃത്യുഞ്ജയാർച്ചന എന്നിവ നടത്തുക. പാർവതി ദേവിയുടെ സവിധത്തിൽ പാൽപ്പായസ വഴിപാടോ ശർക്കര പായസ നിവേദ്യമോ നടത്തുക. അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, ഭാഗ്യസൂക്താർച്ചന തുടങ്ങിയവ നടത്തുക. ഭഗവതി സേവ തുടങ്ങിയവ നടത്തുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വടമാല, അതുപോലെ തന്നെ വെറ്റിലമാല സമർപ്പിക്കുക. തീർച്ചയായിട്ടും ഹനുമാൻ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ചരട് പൂജിച്ച് വാങ്ങിച്ച് ദേഹത്ത് ധരിക്കുക തുടങ്ങിയവ
ഈ യോഗത്തിൽ നമ്മളെ പാത്രീഭൂതരാക്കുവാൻ കഴിയുന്ന തരത്തിലെത്തിക്കും. മറ്റൊരു കാര്യം കൂടി പറയുന്നു, മാളവ്യ രാജയോഗത്തെക്കുറിച്ച് എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ തന്നെ ഞാൻ ഇപ്രാവശ്യവും പറയുന്നു. മറ്റ് നക്ഷത്രക്കാരും ഈ യോഗത്തെ മുന്നിൽ കണ്ട് പ്രാർത്ഥനാ നിർഭരമായി മുന്നോട്ട് നീങ്ങിയാൽ ഇതിൻ്റെ ഫലങ്ങൾ ഏറെക്കുറെ അവർക്കും ലഭിക്കും. അപ്പോൾ അല്ലാതെ ഇത്രയും നാളുകാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നല്ലോ ദൈവമേ എന്ന് വിചാരിച്ചിരിക്കാതെ ഈ യോഗം എനിക്കും ഉണ്ടാക്കിയെടുക്കണം, ദൈവാനുഗ്രഹത്താൽ അതിൻ്റെ സന്തോഷവും സംതൃപ്തിയും എനിക്കും അനുഭവിക്കണം എന്ന് ചിന്തിച്ച് ഈശ്വര പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുന്ന മറ്റു നക്ഷത്രക്കാർക്കും ഇതിൻ്റെ ഫലങ്ങളിൽ നല്ലൊരംശം ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാ നാളുകാർക്കും വിശിഷ്ടമായ മാളവ്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുഃഖ ദുരിത കാലങ്ങളൊക്കെ അകന്നു പോകട്ടെ. സർവ്വ അനുഗ്രഹ ശക്തിയായ ഈശ്വരൻ എപ്പോഴും കൂടെ അനുഗ്രഹം നൽകി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.